മുനമ്പം പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ ബി.ജെ.പിക്ക് പിഴച്ചോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ കൊച്ചിയിൽ കൊണ്ടുവന്നത് സത്യത്തിൽ മുനമ്പം വിഷയത്തിലുള്ള ബി.ജെ.പിയുടെ വിജയം കൊണ്ടാടാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ കിരൺ റിജിജു ഒരു പത്രസമ്മേളനം നടത്തിയതോടുകൂടി ആ ആഘോഷത്തിൽ കരിനിഴൽ വീണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇവിടെ ആ പത്രസമ്മേളനം നടത്തേണ്ടിയിരുന്നില്ല. ആ പത്രസമ്മേളനം ബി.ജെ.പിക്ക് സംഭവിച്ച തന്ത്രപരമായ പാളിച്ചയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ ആ പത്രസമ്മേളനത്തിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഉയരുന്നത് എന്ന് മുൻകൂർ ധാരണ അത് നടത്തുന്ന ആൾക്കുണ്ടാവണം. അത് സംബന്ധിച്ച ബ്രീഫിംഗ് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന്, ഈ നിയമത്തിന് മുൻകാല പ്രാബല്യമുണ്ടോ എന്നൊരു ചോദ്യം ഉയരാം. അപ്പോൾ അങ്ങനെ ഉയരുമ്പോൾ എന്താണ് പറയേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ ധാരണകൾ ഉണ്ടാവണം. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വഖഫ് നിയമത്തിലെ 2(1) എന്ന വകുപ്പിനെ പറ്റി പറയാൻ കഴിയും. വഖഫ് നിയമത്തിലെ 2(1) വകുപ്പിൽ ട്രസ്റ്റുകൾ കൈമാറുന്ന ഭൂമിക്ക് ഈ ആ ഭാഗത്ത് മാത്രം അതിന് ഈ നിയമമോ മറ്റു നിയമങ്ങളിലോ ഉള്ള പരിധികളൊന്നും ബാധകമല്ല എന്ന് പറയുന്നുണ്ട്. അത് വകുപ്പ് 2(1) പറയുന്നുണ്ട്. അപ്പോൾ ഒരു ട്രസ്റ്റാണ് മുനമ്പത്തെ ഭൂവുടമകൾക്ക് ഇത് കൈമാറിയത്. അതുകൊണ്ട് മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് രക്ഷ കിട്ടും എന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷേ പത്രസമ്മേളനത്തിൽ അത് പറഞ്ഞുറപ്പിക്കാൻ കഴിഞ്ഞില്ല. അത് കഴിയാത്തത് കൊണ്ട് ഈ UDFൻ്റെ ആളുകൾക്കും മാർക്സിസ്റ്റുകൾക്കും ഒക്കെ ഉടനെ അതിനെതിരെ രംഗത്ത് വരാൻ കഴിഞ്ഞു. അവർ ഞങ്ങൾ ഇത് നടപ്പാകില്ല എന്ന് പറഞ്ഞതല്ലേ, ഈ നിയമം വന്നതുകൊണ്ട് മുനമ്പത്ത് ഒന്നും സംരക്ഷിക്കപ്പെടുകയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സംശയനിഴലിൽ ആഴ്ത്തുകയാണ് ചെയ്തത്. അവരുടെ കൂട്ടത്തിൽ തന്നെ വിരലിലെണ്ണാവുന്നവരെങ്കിലും ആ പ്രചാരണത്തിൽ വിശ്വസിച്ച് പോവുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രചാരണം വിശ്വസിച്ച് പോയിട്ടുണ്ട്. ഈ UDFോ മാർക്സിസ്റ്റ് പാർട്ടിയോ മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി, ഈ വഞ്ചിക്കപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരുടെ കണ്ണിൽ പൊടിയിടാൻ CN രാമേന്ദ്രൻ നായർ കമ്മീഷനെ വെച്ചതല്ലാതെ പ്രത്യേകിച്ചൊന്നും ഈ സർക്കാരും ചെയ്യുകയുണ്ടായില്ല. മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ തന്നെ ഇവിടെ ബിഷപ്പുമാർ വന്ന് കണ്ട് അവരുടെ കണ്ണിൽ പൊടിയിടാനാണ് ശ്രമിച്ചത്. ആ സമയത്ത് മുനമ്പത്തിൻ്റെ പ്രശ്നം യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ അതിൽ ഇടപെട്ടു എന്നുള്ളത് കിരൺ റിജിജു പാർലമെൻറ്റിൽ ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. അവിടെ അദ്ദേഹം മുനമ്പം പരാമർശിച്ചതാണ്. അതിനുവേണ്ടിയാണ് ഈ വകുപ്പ് 2(1) ഈ വഖഫ് നിയമത്തിൽ എഴുതി ചേർത്തത് എന്നും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ വഖഫ് നിയമം വന്നതോടുകൂടി പ്രശ്നപരിഹാരമാവുകയാണ്. കോടതിയിലെ കേസുകൾ കോടതി തീർപ്പാക്കുക തന്നെ വേണം. 1995 വഖഫ് നിയമത്തിനെതിരായ കേസുകൾ പോലും 30 കൊല്ലം കഴിഞ്ഞിട്ടും കോടതികൾ തീർപ്പാക്കിയിട്ടില്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ നിയമം വരുന്നതോടുകൂടി വലിയ തോതിൽ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കോടതികൾക്ക് മുനമ്പം പ്രശ്നത്തിൽ അനുകൂലമായ വിധി പുറപ്പെടുവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. ആ സാഹചര്യം ഒരുങ്ങി എന്നുള്ള ആശയവിനിമയമാണ് കൃത്യമായി കിരൺ റിജിജുവിൻ്റെ പത്രസമ്മേളനത്തിൽ നടക്കേണ്ടിയിരുന്നത്. ആ കാര്യത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു പത്രസമ്മേളനത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് BJP നേതൃത്വം ആലോചിക്കേണ്ടതാണ്. അങ്ങനെ ഒരു പത്രസമ്മേളനം ഇല്ലാതിരിക്കുകയും കിരൺ റിജിജു മുനമ്പത്തെ സ്വീകരണത്തിൽ പങ്കെടുക്കുകയും മാത്രം ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുകയില്ലായിരുന്നു. ഇപ്പോൾ അവിടെ സംശയങ്ങൾ ഉയർന്നിരിക്കുന്നത് കൊണ്ട് ഈസ്റ്ററിന് ശേഷം പ്രധാനമന്ത്രി മോദി തന്നെ മുനമ്പത്തെ ഈ വഞ്ചിക്കപ്പെട്ടവരിൽ നിന്നുള്ള പ്രതിനിധികളെ 15 പേരെ വിളിച്ച് സംസാരിക്കുന്ന
ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് വാർത്തയുണ്ട്. ഇത്തരം പാളിച്ചകളെല്ലാം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് എൻ്റെ തോന്നൽ. എൻ്റെ മാധ്യമ പരിചയത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും ധാരാളം പത്രസമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്ത പരിചയത്തിൽ നിന്നും എനിക്ക് പറയാൻ കഴിയുന്നത് ഇതാണ്. ഈ പത്രസമ്മേളനം സത്യത്തിൽ വലിയ ഒരു ക്ലേശകരമായ ജോലി, ഒരു ദൗത്യം കേരള നേതൃത്വത്തിൻ്റെയും ദേശീയ നേതൃത്വത്തിൻ്റെയും മുകളിൽ എടുത്തു വച്ചിരിക്കുകയാണ്. ദുർവ്യാഖ്യാനം ചെയ്യാവുന്ന ഒരു പത്രസമ്മേളനമായി പോയി അത്. ആ പത്രസമ്മേളനത്തിൽ കിരൺ റിജിജു കുഴപ്പം പിടിച്ച എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ കേരളത്തിലെ മാപ്രകൾ എത്രയോ കാലമായിട്ട് BJPയെ വേട്ടയാടുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. സുരേഷ് ഗോപിക്കെതിരായ വേട്ട അവർ അവസാനിപ്പിച്ചിട്ടില്ല, അവസാനിപ്പിക്കുകയില്ല എന്നും നമുക്കറിയാവുന്നതാണ്. ഇവിടെ ഒരു MP പോലും BJPക്ക് ഉണ്ടാവില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തവരാണ് ഈ ഇസ്ലാമിസ്റ്റുകളും മാർക്സിസ്റ്റുകളും. എന്നിട്ടും സുരേഷ് ഗോപി ജയിച്ചു. അതിൽ വിറളി പൂണ്ടവർ ധാരാളമുണ്ട്. സുരേഷ് ഗോപിക്കെതിരെ അനാവശ്യ കേസുകൾ അവർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയാലും അത് വളച്ചൊടിക്കപ്പെടും, ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും എന്നുള്ള ഒരു കരുതൽ BJPയുടെ ഭാഗത്ത് വേണ്ടതായിരുന്നു. എന്തായാലും കിരൺ റിജിജു ആ പത്രസമ്മേളനത്തിൽ കുഴപ്പമുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും അത് നിമിഷങ്ങൾക്കകം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു. ഇന്നലെ സുപ്രീം കോടതിയുടെ വിധി വരാതിരുന്നപ്പോൾ, അതിന് സ്റ്റേ ഒന്നും കിട്ടാതിരുന്നപ്പോഴും മാപ്രകൾ, പ്രത്യേകിച്ചും ഏഷ്യാനെറ്റ്, അവിടെ നടന്ന സംഭവങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കിരൺ റിജിജു പത്രസമ്മേളനം നടത്തിക്കഴിഞ്ഞാൽ ഉടനെ എന്താണ് പറയേണ്ടത് എന്ന കാര്യവും ഇത്തരം ആളുകളുടെയൊക്കെ മൂശയിൽ നേരത്തെ തന്നെ തയ്യാറായിരുന്നു. ഇത്തരം സംഭവങ്ങൾ മുൻകൂട്ടി കണ്ട് വേണം ഈ മാധ്യമ തന്ത്രങ്ങൾ BJP നടപ്പാക്കാൻ. അതിൽ പാളിച്ച പറ്റി എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഒഴിവാക്കാമായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.